പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ മണിക്കൂറുകളോളം ബന്ദിയാക്കിയുള്ള ED പരിശോധനയ്ക്കെതിരെയായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ CPMന്റെ പ്രതിഷേധം. കൂന്തളൂർ കിഴുവിലം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി G. വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന, കേരളത്തിൻ്റെ മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന, കേരളത്തിൻ്റെ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ്റെ രക്തം കുടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 20 വർഷക്കാലമായി തുടങ്ങിയ പോരാട്ടമാണ് ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്തും കണ്ണൂരും കോഴിക്കോടും ഒക്കെ കണ്ടു. കഴിഞ്ഞ 20 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുക, പിണറായി വിജയനെ നശിപ്പിക്കുക, അതിലൂടെ പാർട്ടിയെ നശിപ്പിക്കുക. ഇത് ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ശബരിമല സ്വർണ്ണക്കടത്ത് കേസ്, വിദേശത്തുനിന്ന് സ്വർണം കൊണ്ടുവന്നെന്ന് പറഞ്ഞുള്ള കേസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ ഈ പിണറായി വിജയൻ്റെ പേരിൽ ചുമത്തി യാതൊരു അന്വേഷണവും യാതൊരു തെളിവും തുമ്പുമില്ലാതെ ചാപിള്ളയെ പോലെ പോയതാണ്. ഇതൊക്കെ ഇല്ലാതായി പോയതാണ്. യാതൊരുവിധ തെളിവുമില്ല, അതൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് വിവിധ ഏജൻസികൾ പരിശോധിച്ച് കോടതി തന്നെ തള്ളിയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള ആരോപണവുമായി വന്നിരിക്കുകയാണ്. കാരണം ഇതൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ബാങ്ക് വഴി കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് സ്വാഭാവികമായി അത് ആർക്കും ലഭിക്കാവുന്നതാണ്, നിയമപരമായി കിട്ടാവുന്നതാണ്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ പാർട്ടിയുടെ തലതൊപ്പനായ സഖാവ് പിണറായി വിജയനെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യാൻ കഴിയുമോ, ഈ പാർട്ടി അതിലൂടെ നശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ BJPയും കോൺഗ്രസും കൂടി നടത്തിയിട്ടുള്ള രഹസ്യം. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. S. ചന്ദ്രൻ, RK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.